വഴുതനങ്ങ വെച്ചിട്ട് ചോറിനൊക്കെ കൂടെ പെരട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാം. നല്ല എരിവും പുളിയൊക്കെയുള്ള ഈ കറി ചോറിന് മാത്രമല്ല ഫ്ലാറ്റ് ബ്രെഡ്സിൻ്റെ കൂടെയും പോവും, ചപ്പാത്തി പോലെയുള്ള. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വിവരങ്ങൾ ഞാൻ ഏറ്റവും അവസാനം പറയാം കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 4 മീഡിയം സൈസിലുള്ള വഴുതനങ്ങയാണ്. പർപ്പിൾ കളറുള്ള വയലറ്റ് നിറത്തിലുള്ള വെറൈറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇതിനാണ് കുറച്ചൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവുക എപ്പോഴും. മറ്റേതിനൊരു ചെറിയൊരു കയ്പ്പ് രുചി വരാറുണ്ട്. വഴുതനങ്ങയുടെ ഞെട്ട് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് വളരെ മെലിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ, ഇതേപോലെ. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു 15 മുതൽ 20 അല്ലി വരെ വെളുത്തുള്ളിയാണ്. അത് തോല് മുഴുവനായിട്ട് കളഞ്ഞ് നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. തീ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഏകദേശം ഈ ഒരു പാകം എത്തുന്നത് വരെ നമുക്ക് വഴറ്റണം. അപ്പോഴേക്കും അത് ഉള്ളിലും കുക്കാവും, പുറത്തൊന്നും മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. വെളുത്തുള്ളി പാനിൽ നിന്ന് മാറ്റിയ ശേഷം നമ്മൾ അടുത്തതായി ചേർക്കുന്നത് ചുവന്ന മുളക് ഒരു 10 എണ്ണം, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില. മീഡിയം ഫ്ലെയിമിലിട്ട് 5-8 സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റിയിട്ട് അത് പുറത്തേക്ക് എടുക്കാം. മുളക് കരിയാതെ നോക്കണം കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്ന മുളക്, ഇത് 3 റെഡിയാണ്. ഇനി 2 കാര്യങ്ങളും കൂടെ വഴറ്റിയെടുക്കാനുണ്ട്. ആദ്യത്തേത് വല്യുള്ളി. ഒരു വലിയ വല്യുള്ളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് നല്ലോണം സോഫ്റ്റായി ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരുന്ന ആ പാകത്തിന്, ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിന് നമുക്ക് വഴറ്റി എടുക്കാം. ഇതിനി റെഡിയാണ്, പുറത്തേക്ക് എടുക്കാം. ഇത്രയും നമ്മൾ വഴറ്റിയെടുത്തത് നമ്മൾ ആദ്യം ഒഴിച്ച 1.5 ടേബിൾ സ്പൂണിലാണ്. ഇനി പക്ഷേ നമുക്ക് എക്സ്ട്രാ എണ്ണ ഒഴിക്കേണ്ടി വരും. ഒരു 3 ടീസ്പൂൺ എണ്ണയും കൂടി ഞാൻ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് വഴറ്റിയെടുക്കാനുള്ളത് വഴുതനങ്ങയാണ്. ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇതേ ഓർഡറിൽ ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം വഴുതനങ്ങയിൽ നമുക്ക് ഉപ്പ് പിടിക്കേണ്ടതുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കൊരു 2 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. ഈ 2 ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മൾ അടുപ്പ് തുറന്നിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യത്തേത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. രണ്ടാമത്തേത് മുളക് പൊടി, അതും ഒരു 1/2 ടീസ്പൂൺ മാത്രം മതി. നേരത്തെ നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, നല്ല എരിവുള്ളത്. അതുകൊണ്ട് ഇവിടെ 1/2 ടീസ്പൂൺ മതി. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിത് നേരത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ആ പാത്രത്തിലേക്ക് മാറ്റിവെക്കാം, ഒന്ന് തണുക്കാൻ വേണ്ടി. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മുളക് കൈകൊണ്ട് നമ്മൾ ഉടച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പൊടി പരുവാവില്ല. അപ്പോൾ അല്ലാത്ത പാകത്തിന് നമ്മൾ കഴിക്കുമ്പോൾ കുടലിലൊക്കെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുളക് മാത്രം പുറത്തേക്ക് എടുത്ത് മിക്സിയിലിട്ട് 2-3 പൾസ് കൊടുത്ത് ഇതേപോലെ പൊടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 3-4 പൾസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ 1 ടീസ്പൂൺ ഉപ്പായി കേട്ടോ. എന്നിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള കൈ വെച്ച് നല്ലോണം എല്ലാം കൂടെ ഉടച്ച് ചേർത്ത് കൊടുക്കുക. തീർന്നിട്ടില്ല കേട്ടോ, 3 ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. ആദ്യത്തേത് വല്യുള്ളി, ഒരു ചെറിയ വല്യുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പൊടിയായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു വലിയ പിടി മല്ലിയില, അതും കൂടി പൊടിയായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 മുറി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി അധികം ഉടയ്ക്കാതെ കൈകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ പെരട്ട്, നല്ല പുളിയും എരിവും ഒരു ക്രഞ്ചിനെസ്സും ഒക്കെയുള്ള വഴുതനങ്ങ പെരട്ട് ഇവിടെ റെഡിയാണ്.
ഇനി ഇത് ഏത് നാട്ടുകാരിയാണെന്ന് അറിയണ്ടേ? ഇതാണ് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ബേങ്കൻ കാ ഭർത്ത. ബേങ്കൻ കാ ഭർത്ത കഴിച്ചിട്ടുള്ളവർ ഇപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇങ്ങനെയല്ലല്ലോ ഉണ്ടാക്കുകയെന്ന്. ഇത് നമ്മുടെ രീതിയിലൊന്ന് മാറ്റിയെടുത്തതാണ് കേട്ടോ. ഇതിൽ ഇൻഗ്രീഡിയൻസിലും വ്യത്യാസമുണ്ട്, ഇതിൻ്റെ ടെക്സ്ചറിലും വ്യത്യാസമുണ്ട്, ഉണ്ടാക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. പക്ഷേ ഇൻഗ്രീഡിയൻസിൽ ചെറിയ മാറ്റങ്ങളെ ഞാൻ വരുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. നല്ല പുളിയും എരിവുള്ളതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.